മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഹൈന്ദവ ക്ഷേത്രമായ അബുദാബി ബാബ്സ് ഹിന്ദു മന്ദിർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫെബ്രുവരി 14 ഉദ്ഘാടനം ചെയ്തതോടെ UAE-യിലെ ഹൈന്ദവ വിശ്വാസികളുടെ കാത്തിരിപ്പ് അവസാനിച്ചിരുന്നു. UAE-യിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം എന്ന പ്രത്യേകത മാത്രമല്ല, അബുദാബിയിലെ ആദ്യ ഹിന്ദു ശിലാക്ഷേത്രം എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. ബോജാസൻവാസി അക്ഷർ പുരുഷോത്തം സ്വാമി നാരായൺ സംസ്ഥ അഥവാ ബാബ്സ് മന്ദിർ 27 ഏക്കർ സ്ഥലത്തായാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2019 ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചത്. ഒരേ സമയം 3000-ഓളം പേർക്ക് പ്രവേശിക്കാവുന്ന ക്ഷേത്രം എത്രയും പെട്ടെന്ന് തന്നെ സന്ദർശിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിലവിലെ UAE-യിലെ വിശ്വാസികൾ. മറ്റു പല ക്ഷേത്രങ്ങൾക്കും അവകാശപ്പെടുവാൻ സാധിക്കാത്ത പല പ്രത്യേകതകളും ഈ ക്ഷേത്രത്തിനുണ്ട്. ദുബായ് അബുദാബി ഷെയ്ഖ് സായിദ് ഹൈവേയിൽ അൽ റഹബയ്ക്ക് സമീപമുള്ള അബി മുറൈഖയിലാണ് അബുദാബി ബാബ്സ് മന്ദിർ സ്ഥിതി ചെയ്യുന്നത്. 2019 ഏപ്രിൽ മാസത്തിൽ തറക്കല്ലിട്ട ഈ ക്ഷേത്രം ഏകദേശം 55,000 ചതുരശ്ര മീറ്റർ സ്ഥലത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. പരമ്പരാഗത നാഗര രീതിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. മന്ദിറിന് 108 അടി ഉയരവും 262 അടി നീളവും 180 അടി വീതിയുമുണ്ട് എന്നതുകൂടാതെ UAE-യുടെ 7 എമിറേറ്റുകളെ സൂചിപ്പിക്കുന്ന 7 ഗോപുരങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. പിങ്ക് സാൻഡ് സോണുകളും വെള്ള മാർബിളുകളും ഉപയോഗിച്ചാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. രാജസ്ഥാനിലെ ഭരത്പൂരിൽ നിന്നുള്ള റെഡ് സ്റ്റോണും സാൻഡ് സ്റ്റോണുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 25,000 കല്ലുകൾ ഉപയോഗിച്ചാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ പ്രത്യേകത. 55 ഡിഗ്രി വരെ താപനിലയെ പ്രതിരോധിക്കാൻ കഴിയുന്ന വിധത്തിലുള്ളവയാണ് ഈ കല്ലുകൾ എന്നതുകൊണ്ട് രാജസ്ഥാനിൽ നിന്നും ഗുജറാത്തിൽ നിന്നുമുള്ള വിദഗ്ധരായ ശില്പികളാണ് ഈ കല്ലുകൾ കൊത്തിയെടുത്തത്. അതോടൊപ്പം ഇവിടുന്ന് തന്നെയുള്ള കരകൗശല വിദഗ്ധർ ചേർന്നാണ് 402 വെളുത്ത മാർബിൾ തൂണുകളും കൊത്തിയെടുത്തിരിക്കുന്നത്. കൂടാതെ തറയിൽ വിരിച്ചിരിക്കുന്നത് ഇറ്റാലിയൻ മാർബിൾ ആണ് എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. പ്രധാന ക്ഷേത്രം കൂടാതെ പ്രാർത്ഥനാ ഹാളുകൾ, സന്ദർശക കേന്ദ്രം, തീമാറ്റിക് ഗാർഡനുകൾ, ക്ലാസ് മുറികൾ, പ്രദർശന കേന്ദ്രങ്ങൾ, കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങൾ, ഫുഡ് കോർട്ട്, പുസ്തകശാല, ഗിഫ്റ്റ് ഷോപ്പ് എന്നിവയും ഇതിന്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട്. സ്വാമിനാരായണൻ, അക്ഷരപുരുഷോത്തം, രാധാകൃഷ്ണൻ, രാമസീത, ലക്ഷ്മണൻ, ഹനുമാൻ, ശിവപാർവതി, ഗണേശൻ, കാർത്തികേയൻ, പത്മാവതി വെങ്കടേശ്വരൻ, ജഗന്നാഥൻ, അയ്യപ്പൻ എന്നിവരുടെ മൂർത്തികളാണ് ഈ മന്ദിരത്തിലുള്ളത്. ശിവന് സമർപ്പിച്ചിരിക്കുന്ന ശ്രീകോവിലിൽ അതിമനോഹരമായ കൊത്തുപണികൾ, 12 ജ്യോതിർലിംഗങ്ങളുടെ മണ്ഡലങ്ങൾ എന്നിവയുടെ ചിത്രീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം ജഗന്നാഥയാത്ര എന്ന രഥയാത്ര ആഘോഷം ജഗന്നാഥന്റെ ശ്രീകോവിലിനുള്ളിൽ കൊത്തിയെടുത്തിരിക്കുന്നു. ഭഗവത്ഗീത, മഹാഭാരതം എന്നിവയിൽ നിന്നുള്ള കഥകളും ഭഗവാൻ കൃഷ്ണന് സമർപ്പിച്ചിരിക്കുന്ന ശ്രീകോവിലിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. 700 കോടി ഇന്ത്യൻ രൂപ അഥവാ 400 ദശലക്ഷം UAE ദിർഹമാണ് ഇതിന്റെ നിർമ്മാണത്തിനായി ചെലവഴിച്ചിരിക്കുന്നത്. 1000 വർഷത്തെ ഉറപ്പ് ക്ഷേത്രത്തിനുണ്ട് എന്നതിനോടൊപ്പം ഭൂകമ്പ സൂചന നൽകാൻ ക്ഷേത്രത്തിന്റെ അടിത്തറയിൽ ഏകദേശം 100 സെൻസറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നതും ഈ ക്ഷേത്രത്തെ ശ്രദ്ധേയമാക്കി മാറ്റുന്നു. ബോജസൻവാസി ശ്രീ അക്ഷർ പുരുഷോത്തമം സ്വാമിനാരായണ സംസ്ഥ എന്നതാണ് ബാബ്സിന്റെ പൂർണ്ണരൂപം. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഭഗവാൻ സ്വാമിനാരായണൻ തുടക്കമിട്ടതും 1907 ശാസ്ത്രിജി മഹാരാജ് സ്ഥാപിച്ചതുമായ വേദങ്ങളിൽ വേരൂന്നിയ ഒരു സാമൂഹിക ആത്മീയ ഹിന്ദു വിശ്വാസമാണിത്. ബാബ്സ് ഇന്നത്തെ ലോകത്തെ ആത്മീയ, ധാർമ്മിക, സാമൂഹിക വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നു. 3850 കേന്ദ്രങ്ങളുള്ള ആഗോള ശൃംഖലയായ ബാബ്സിന് ആഗോള പ്രശസ്തിയുണ്ടെന്നും ഇത് നിരവധി ദേശീയ, അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ടെന്നും അവരുടെ വെബ്സൈറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്നു.